നമസ്കാരം, ഏവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബീട്രൂട്ട് പിക്കിൾ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ബീട്രൂട്ട് എടുക്കുമ്പോൾ നോക്കി എടുക്കണം കേട്ടോ. കൂടുതൽ ആ ഡാർക്ക് അതിൻ്റെ കളർ വരുന്നത് നോക്കിയാണ് എടുക്കാൻ, അല്ലെങ്കിൽ അത് വേസ്റ്റ് ആവും. സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ്, പഞ്ചസാര, വിനീഗർ, വെള്ളം. ഇത് പാകം ചെയ്യുമ്പോൾ ആദ്യം ഈ വെള്ളവും വിനീഗറും തുല്യ അളവിൽ എടുത്ത് തിളപ്പിക്കണം. തിളപ്പിക്കാൻ വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ചൂടായി വരുമ്പോൾ അതിനോടൊപ്പം പഞ്ചസാരയും ഉപ്പും അതും തുല്യ അളവായിരിക്കണം. രണ്ടും അതിൽ ആഡ് ചെയ്ത് നന്നായിട്ട് അലിയിപ്പിക്കണം. ഓക്കെ, ബാക്കിയുള്ളത് പിന്നീട് പറയാം. നമുക്കാദ്യം ഈ വച്ചേക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും ബീട്രൂട്ടും സവാളയും കട്ട് ചെയ്തെടുക്കാം. നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. അത് കട്ട് ചെയ്തിട്ട് അത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിവിടെ ആ ബീട്രൂട്ടും ഈ സ്ലൈസ് ആയിട്ട് കേട്ടോ, ഇതുപോലെ സ്ലൈസ് ആയിട്ടാണ് എടുക്കാൻ നീളത്തിൽ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ സവാളയും അതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. പച്ചമുളക്, വെളുത്തുള്ളി, അപ്പോൾ ഇത്രയും ഇങ്ങനെ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ ഏത് ജാറിലാണോ ഇത് നമ്മൾ ഇട്ട് വയ്ക്കുന്നത് ആ ജാറിലോട്ട് ഇതത്രയും ആഡ് ചെയ്യുക. ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ബീട്രൂട്ടും പച്ചമുളകും വെളുത്തുള്ളിയും അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈക്വൽ എമൗണ്ട് വെള്ളവും ഈക്വൽ എമൗണ്ട് വിനീഗറും ചേർത്ത് തിളപ്പിക്കുമ്പോൾ അതിലോട്ട് നമുക്ക് ഈക്വൽ എമൗണ്ട് ഷുഗറും ഉപ്പും അതും തുല്യ അളവിലായിരിക്കണം. അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഈ ജാറിലേക്ക് ആക്കി വെച്ചേക്കുന്നില്ലേ ഈ ബീട്രൂട്ടും സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും, ആ ജാറിലോട്ട് വളരെ ചെറിയ ചൂടോടുകൂടെ നമ്മളത് വെള്ളം, അതായത് തിളപ്പിച്ച വിനാഗിരിയും വെള്ളവും കൂടെ ചേർത്ത് അതുപോലെ ഉപ്പും ഷുഗറും കൂടെ ചേർത്ത് ലയിപ്പിച്ച എന്നുവെച്ചാൽ ഉപ്പും ഷുഗറും നമ്മൾ ആ ലൈനിൽ നന്നായിട്ട് ലയിക്കണം. അപ്പോൾ അത് തിളപ്പിച്ച ആ വെള്ളം വളരെ ചെറിയ ചൂടോടെ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് തിളപ്പിക്കാൻ പോവുകയാണ്. തിളപ്പിച്ചതിന് ശേഷം ഒഴിച്ചിട്ട് അത് കാണിക്കാം. ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിലോട്ട് ആക്കുക. ഇതുപോലെ ഗ്ലാസ് ജാറാണ്. അപ്പോൾ അതുപോലെ അതിലോട്ട് ഇങ്ങനെ ആക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിനീഗറും വെള്ളവും തുല്യ അളവിൽ, അതുപോലെ ഷുഗറും സോൾട്ടും തുല്യ അളവിൽ ആഡ് ചെയ്ത ആ വെള്ളം, തിളപ്പിച്ച് ആറിയ വെള്ളം ഇതിലോട്ട് ഒഴിക്കുക. അപ്പോൾ നമ്മൾ ബീട്രൂട്ടും സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഗ്ലാസ് ജാറിലോട്ട് തിളപ്പിച്ചാറിയ വെള്ളം, അതായത് വിനീഗറും വെള്ളവും പഞ്ചസാരയും ഷുഗറും അത് ലയിപ്പിച്ചെടുത്ത ഈ വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം ഇതിലോട്ട് ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ച് ഒരു ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ. എന്നിട്ട്
എന്നിട്ട് നമുക്ക് നോക്കാം. ഒരു ദിവസം നന്നായിട്ട് അടച്ച് ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെക്കുക. അതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നന്നായിട്ട് അതിൻ്റെ നിറം മാറി വരും, നല്ല വെള്ളത്തിനൊക്കെ നല്ല ബീട്രൂട്ടിൻ്റെ കളറ് വരും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഇത് വളരെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിക്കിളാണ്, ഈ ബീട്രൂട്ട് പിക്കിൾ. അപ്പോൾ എല്ലാവരും ബീട്രൂട്ട് മേടിക്കുമ്പോൾ ഇതുപോലെ വെച്ച് നോക്കുക, കഴിച്ച് നോക്കുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. എല്ലാവരും സുഖമായിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.